മൂന്നാർ നല്ലതണിയിൽ പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് യൂണിറ്റിനായി കെട്ടിടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തം. മൂന്നാർ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരെ മതിയാം വിധമുള്ള സൗകര്യങ്ങളൊന്നുമില്ലാതെയാണ് യൂണിറ്റിന്റെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. പഴയ മൂന്നാർ മൂലക്കട ഭാഗത്തേക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം മാറ്റാൻ ആലോചനകൾ നടന്നെങ്കിലും മുൻപോട്ട് പോക്കുണ്ടായില്ല. 1990-ലാണ് മൂന്നാർ നല്ലതണ്ണിയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. നിലവിൽ 42 പേർ ജീവനക്കാരായുണ്ട്. മൂന്നാർ ടൗണിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പോഴത്തെ ഫയർ സ്റ്റേഷനിലേക്ക്. തുടരെയുള്ള ഹമ്പുകൾ കടന്ന് ഇടുങ്ങിയ റോഡിലൂടെ വേണം ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് ടൗണിലേക്ക് എത്താൻ. നിലവിൽ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് കെട്ടിടം മതിയാം വിധം അടിസ്ഥാന സൗകര്യമുള്ളതല്ല. മഴ പെയ്താൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ ചോർന്നൊലിക്കും. ശുചിമുറി സംവിധാനവും വേണ്ട വിധമില്ല. മുമ്പ് പഴയ മൂന്നാർ മൂലക്കട ഭാഗത്തേക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം മാറ്റാൻ ആലോചനകൾ നടന്നെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് യൂണിറ്റിനായി കെട്ടിടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. മൂന്നാർ മേഖലയിൽ തീപിടുത്ത അപകടം എല്ലാ കാലങ്ങളിലും ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റിയുടെയും അത് വനങ്ങളിലേക്കും അതുപോലെ തന്നെ ഫാക്ടറികൾ ഇതുപോലത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം വലിയ ഒരു അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇതുവരെ കമ്പനിയുടെ സഹായത്തോടു കൂടി മുന്നേറുന്നു. അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫയർഫോഴ്സിൻ്റെ അടുത്ത് തീരുമാനം അത് മാറ്റാനായിട്ട് ഏർപ്പാട് ചെയ്യുകയും സ്ഥലം കണ്ടെത്തുകയും അതിനുവേണ്ടി ആവശ്യങ്ങൾ കാണിച്ചിട്ട് പോലും ഇതുവരെ ആ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഇതുവരെ മൂന്നാറിലെ സ്ഥാപിക്കാനായിട്ട് സർക്കാരിനെ കൊണ്ട് കഴിയാതെ പോയതിൽ വലിയ കഷ്ടം തന്നെയാണ്. പ്രധാനമായും ഒരു ഫയർ എഞ്ചിനാണ് യൂണിറ്റിലുള്ളത്. ദുർഘടമായ ഇടവഴികളിലൂടെയും മറ്റും പോകേണ്ടുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ഒരു മിനി ഫയർ എഞ്ചിൻ അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വട്ടവടയും കാന്തല്ലൂരും പൂപ്പാറയും അടക്കം അവശ്യഘട്ടങ്ങളിൽ മൂന്നാർ ഫയർഫോഴ്സ് യൂണിറ്റ് ഓടിയെത്തേണ്ടുന്ന ദൂരം വളരെ വലുതാണ്. നിലവിൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നിടത്തു നിന്നും മൂന്നാർ ടൗണിലേക്ക് എത്താനും ടൗണിലെ ഗതാഗതക്കുരുക്ക് മറികടന്ന് അപകട സ്ഥലത്തേക്ക് എത്തുന്ന കാര്യത്തിലും പ്രായോഗിക ബുദ്ധിമുട്ട് നിലനിൽക്കുന്നു. ഇത്തരം സാഹചര്യം കൂടി കണക്കിലെടുത്ത് സൗകര്യപ്രദമായ സ്ഥലത്ത് യൂണിറ്റിനായി പുതിയ കെട്ടിട സമുച്ചയം ഒരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.